നീ ഇവിടെ ഇരിക്കുമായിരുന്നു? ഉറക്കമില്ലടാ. നിനക്കെന്നാ ഉറക്കമില്ലാത്തതിനൊക്കെ എനിക്കറിയാം. ലൈനുള്ളവർക്കൊക്കെ എന്തും ആകാമല്ലോ. വെളുപ്പവരെ ഉണ്ടല്ലോ. ഒന്ന് പോടാ. നമുക്കും ലൈനൊന്നും ഇല്ലെങ്കിലും ഉറക്കം വലിയ പാടിപ്പോൾ. നീ ഉറങ്ങുന്നെങ്കിലും ഉണ്ടല്ലോ. നീ ഇന്നലെ എപ്പോഴാണ് കിടന്നേ? നേരം വെളുത്തായനടാ. കുറേ സമയം നോക്കി കിടന്നു. പിന്നെ അമ്മ എഴുന്നേക്കുന്നത് കണ്ടപ്പോൾ തന്നെ പോയി കിടന്നതാണ്. എന്നിട്ട് ഉറക്കം ശരിയായില്ല. നീ ഉറങ്ങുമെങ്കിലും ചെയ്ത്. ഞാൻ ഉറങ്ങിയിട്ട് പോലും ഇല്ലടാ. അതന്നെയാടാ നമുക്ക് മാത്രം ഉറക്കം വരാത്തത്. എങ്ങനെ ഉറങ്ങാനാടാ? ഒന്നാമത് EMI, കടം, നമ്മളെ വീട്ടിലെ ഓരോ ബുദ്ധിമുട്ടുകൾ, ബാക്കിയുള്ളവൻ്റെ ലക്ഷറി ലൈഫ്, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എങ്ങനെ കിടന്ന് ഉറങ്ങാനാടാ? സത്യമാടാ. കൂടെ പഠിച്ചവരും കെട്ടി, അവർക്ക് പിള്ളേരുമായി, അവരുടെ നൂലുകെട്ടും പരിപാടിയും വേറെ. ഞാനാണെ ഇപ്പം ഇൻസ്റ്റാഗ്രാം നോക്കാറ് പോലും ഇല്ലടാ. അത് തുറന്നു കഴിഞ്ഞാൽ ഇവന്മാരുടെയൊക്കെ സ്റ്റോറി, വണ്ടി എടുത്തതിൻ്റെ ആഘോഷം, നമുക്കിതൊക്കെ കാണുമ്പോൾ എങ്ങനെ സഹിക്കാനാടാ? വാട്സപ്പിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ +2ൻ്റെ ഗ്രൂപ്പ്, ഡിഗ്രിയുടെ ഗ്രൂപ്പ്, അവരുടെ മീറ്റപ്പ് ഗ്രൂപ്പ് വേറെ. ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല ഇപ്പോൾ. അഥവാ മീറ്റപ്പിന് ചെന്നാലും അവരെന്നാ പരിപാടി ചോദിച്ചാൽ അവിടെ തീർന്നില്ലടാ. നിനക്കറിയാമെന്നല്ലോടാ, നല്ലപോലെ പഠിക്കുമായിരുന്നു, രക്ഷപ്പെടണം അതുപോലെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. അന്ന് കൂടെ പഠിച്ചവന്മാരെല്ലാവരും പറഞ്ഞു നമ്മൾ രക്ഷപ്പെടുമെന്ന്. പക്ഷെ രക്ഷപ്പെട്ടില്ല. അന്ന് ബാക്ക് ബെഞ്ചിലിരുന്നവനൊക്കെ രക്ഷപ്പെട്ട്, ഇന്ന് അവനൊക്കെ UK-ലും കാൽനടയിലൊക്കെയാണ്. നമ്മൾ മാത്രം തന്നെയാണ് രക്ഷപ്പെടാത്തത്. പക്ഷെ രക്ഷപ്പെടണോടാ, രക്ഷപ്പെട്ട് കാണിക്കണം. നീ എവിടെ പോടാ? എൻ്റെ പെണ്ണെ കാണാൻ പോവാ. കണ്ടോ, ആ കവപ്പിള്ളാർക്ക് ഒരേ ലൈനായി. ഒരു ജോത്സ്യനെ കാണണം.